എല്ലാ കൈരളി പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു കൈനീട്ടവും വിഷു കണിയും കണിക്കൊന്നയും ഒക്കെ കൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ കണ്ണൻ, മാധവൻ, ഗോവിന്ദൻ ഇതെല്ലാം കൃഷ്ണന്റെ പേരുകളുമാണ്. അതിൽ ഗോവിന്ദൻ എന്ന പേര് ഇപ്പൊ മലയാളി ഹൃദയങ്ങളെല്ലാം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ഗീതാ ഗോവിന്ദത്തിലെ സാജൻ സൂര്യ ചേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. സ്വാഗതം ചെയ്യാം ചേട്ടാ. ആദ്യം തന്നെ വിഷു ആശംസകൾ. വിഷു ആശംസകൾ എല്ലാ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നതും കൈരളിയുടെ സ്വന്തം പ്രേക്ഷകർക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ ഒരു വിഷു ആശംസ. കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് ഗോവിന്ദൻ, അല്ലെ? ഗോവിന്ദാണ്, ഗീതാ ഗോവിന്ദൻ. അപ്പൊ ഈ ഒരു പേര് വന്നപ്പോ പെട്ടെന്ന് കൃഷ്ണൻ, ഇപ്പൊ വിഷു ആണ്, അപ്പൊ വിഷുവിന് സാധാരണ നമ്മൾ കൃഷ്ണനോട് എന്തായിരിക്കും പ്രാർത്ഥിക്കാൻ? ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ചേട്ടന് പ്രാർത്ഥിക്കാൻ. എന്നാലും നമുക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു പ്രാർത്ഥന എന്തായിരിക്കും? പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു കാര്യം പറയും. ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കണ്ണൻ, മാധവൻ, ഗോവിന്ദൻ. ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് നമ്മുടെ സീരിയലിലുള്ളതാണ്. കണ്ണൻ എന്ന് അതിനകത്ത് എന്റെ വീട്ടിൽ വിളിക്കുന്ന അമ്മയും വൈഫും വിളിക്കുന്ന, ഗീതുവും വിളിക്കുന്ന പേരാണ് കണ്ണൻ എന്നുള്ളത്. ഗോവിന്ദന്റെ യഥാർത്ഥ പേര്. മാധവൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ പേരാ അതിനകത്ത്. ഗോവിന്ദ് മാധവൻ എന്നാണ്. ഇത് ഞാൻ അതൊന്നും കണക്ട് ചെയ്ത് പറഞ്ഞതല്ല. പറഞ്ഞപ്പോ ഇതപ്പോ എനിക്കറിയില്ല, കേട്ടിട്ട് അങ്ങനെ അല്ലല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കോയിൻസിഡന്റ് ആയിട്ട് അത് സംഭവിച്ചതാണ്. എന്താ ചോദിച്ചെന്താണ്, അതായത് എന്റെ പ്രാർത്ഥന എന്താണെന്നാണോ? അതെ, കൃഷ്ണനോട് നമുക്ക് ഈ ഒരു വിഷു കാലത്തില് സാജൻ ചേട്ടനെ പ്രാർത്ഥിക്കാൻ എന്താണുള്ളത്? കാരണം എന്താ കാരണം? എന്തെങ്കിലും ഒരു ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ എല്ലാ ദിവസവും ഒരു നേരം പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ മാത്രമേ എനിക്ക് എപ്പോഴും കൃഷ്ണനോടും ക്രിസ്തുവിനോടും അള്ളാഹുവിനോടും മൂന്നുപേരോടും ഞാൻ പ്രാർത്ഥിക്കും. അപ്പോ എന്റെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും ഈ മൂന്നുപേരെ ഉൾപ്പെടുത്തിയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു വിഷുവായിട്ട് കണ്ണനോടൊരു പ്രത്യേക പ്രാർത്ഥന. വിഷു എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതിയൊരു വർഷം തന്നെ വരിക. അതെ, അല്ല, ഈ പുതിയ വർഷത്തിലുള്ള എന്റെ പ്രാർത്ഥന ഈ വർഷം മുതൽ കുറച്ച് സിനിമകൾ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല. എനിക്ക് ഒന്ന് രണ്ട് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് തന്നെ ഒന്ന് രണ്ട് സിനിമകളിൽ, ഇങ്ങനെ ചെറിയ സിനിമകളിൽ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത മോശമില്ലാത്ത ക്യാരക്ടേഴ്സ് വിളിച്ചു. പക്ഷെ അത് ഈ വർഷം ആദ്യം വിളിച്ചു, അത് നടക്കാതെയും പോയി, അത് ചെയ്യാനും പറ്റിയില്ല. അപ്പം മനസ്സിൽ കൂടുതൽ ആഗ്രഹം, കൂടുതൽ ഈ വർഷം 2025 ഭഗവാനെ ഇങ്ങനെ സിനിമകൾ ചെയ്യാൻ കഴിയണമെന്ന് ഒരു പ്രാർത്ഥനയുണ്ട്. ഓക്കെ, എങ്ങനെ പോകുന്നു സീരിയൽ വിശേഷങ്ങൾ? ഗീതാ ഗോവിന്ദത്തിന്റെ വിശേഷങ്ങൾ പറയും. ഗീതാ ഗോവിന്ദത്തിന്റെ പ്രധാനപ്പെട്ട വിശേഷം, ഗീതാ ഗോവിന്ദ സമയം മാറി, വൈകുന്നേരം 6 മണിയായി. അപ്പോ 6 മണിയാകുമ്പോ എല്ലാം നമ്മൾ 10 മണിയായിരുന്നു. 10 മണിയിൽ നിന്ന് 6 മണിയിലോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. അയ്യോ, വേറൊരു എന്താണ് അതിനേക്കാളും കുറച്ചുകൂടെ മോശം സ്ലോട്ട് അല്ലേ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ളതാണ്. കാരണം പുറത്ത് പോകുമ്പോൾ നമ്മുടെ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാ അമ്മമാരാണ്. പ്രത്യേകിച്ച് എന്റെ വീട്ടിലാണെങ്കിൽ പോലും അമ്മ സീരിയൽ കാണുന്ന 10 മണി തൊട്ട് 10:30 വരെ. അപ്പൊ അമ്മയ്ക്ക് കിടക്കാനുള്ള സമയം മാറി. അമ്മ കറക്റ്റ് 10 മണിക്ക് കിടക്കും. വൈഫിന്റെ അമ്മയാണ്. എന്റെ അമ്മ ഈ പറഞ്ഞ എപ്പോഴെങ്കിലും ഫോണിൽ കണ്ടോളും. വൈഫിന്റെ അമ്മ 10 മണിക്ക് കണ്ടു കഴിഞ്ഞാൽ 10:30 കിടക്കുള്ളൂ. അപ്പൊ രാവിലെ 5 മണിക്ക് എണീക്കുന്ന ആള് പിന്നെ 5:30 ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമായി. അപ്പം അമ്മയുടെ ജീവിതക്രമം മാറി. അപ്പൊ അതേപോലെ ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടിയിട്ട് അവരെ ഉറക്ക അരമണിക്കൂർ തള്ളി വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇനി അത് വേണ്ട, നിങ്ങളുടെ സ്വസ്ഥമായിട്ടുള്ള നിങ്ങളുടെ സമയത്തിന് വന്നിരുന്ന് കാണാം. വിളക്ക് എത്തിച്ചാൽ ഉടൻ ഗീതാ ഗോവിന്ദൻ കാണണം എന്നുള്ള കാര്യം മാത്രം പറയാം. അതാണ് ഗീതാ ഗോവിന്ദത്തിനെ കുറിച്ചുള്ള ഒരു പുതിയ വിശേഷം പറയാം. പിന്നെ ഒരുപാട് ആളുകൾ, പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് എല്ലാവരും പറയും അമ്മയും മകനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, അംബിക ചേച്ചി ഞാനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കുറെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതാണെന്ന് പറയും. അപ്പൊ അങ്ങനെ നല്ല ടച്ചിങ് ആയിട്ടുള്ള, ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് അയ്യോ, ഞാനും എൻ്റെ അമ്മയോട് ഇങ്ങനെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് ഇങ്ങനെ ആയിരുന്നു പെരുമാറേണ്ടിയിരുന്നത് എന്നുള്ള രീതിയിൽ വരുന്ന നല്ല ടച്ചിങ് ആയിട്ടും സന്തോഷമായിട്ടുള്ള കുറേ സീൻസ് വരാനുണ്ട്. ഓക്കെ, ഇനി വരുന്നുണ്ട്. അപ്പൊ പ്രതീക്ഷിക്കാം എല്ലാവർക്കും, അല്ലെ? ഓക്കെ, ഇപ്പോ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രണയമാണ്, കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഗീതയും ഗോവിന്ദുമായിട്ടുള്ള പ്രണയമാണ്. എന്ത് തോന്നുന്നു, ലൈഫിലെ ആ ഒരു പ്രണയവും ഈ ഒരു സീരിയൽ പ്രണയവും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഒക്കെ തോന്നുന്നു? അല്ല, അത് ഡിഫറൻസ് അല്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ശിവൻ ചേട്ടന്റെ വീട്ടിൽ കൊല്ലത്ത് ഞങ്ങൾ പോയി ഒരു ഫംഗ്ഷന് പോയതാ. അപ്പൊ അന്ന് ശിവൻ ചേട്ടന്റെ മകന്റെ വുഡ് ബി വരാൻ പോകുന്ന കുട്ടിയും ഫാമിലി അവരെല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു, സഞ്ജന, നിങ്ങൾ അതിനകത്ത് കാണിക്കുന്നത് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ആവണം,
എന്നൊക്കെയാണ്. സാഞ്ചേട്ടൻ ഇതുപോലെയാണോന്ന് ചോദിച്ചു. ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, അവൾ എന്നെ തൂക്കിയെടുത്ത തലയടി. അവ എന്റെ അടുത്ത് പറഞ്ഞ് അപ്പൊ ഇത് എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു ഹസ്ബൻഡ് ആയിരിക്കണം, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ പ്രണയിക്കുന്ന, നമുക്ക് വേണ്ടിയിട്ട് പാട്ട് പാടും. അതിനകത്ത് ഭയങ്കര പ്ലസ് പോയിന്റ് അതാണ്. പാട്ട് പാടുന്ന, രസം പറയുന്നത്, കോമാളിയാകുന്നത്, വൈഫിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതും, പിന്നെ ഒരു എന്താ പറയണ വൈഫിന്റെ ഇതിന് വേണ്ടിയിട്ട് കുറെ കോമാളിത്തരം കാണിക്കുന്നതും. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഭർത്താക്കന്മാരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ പുകഴ്ത്തി പറയുന്നത് അതൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട കടമ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ പുകഴ്ത്തി പറയുക, അവളെ സഹായിക്കുക. അപ്പൊ ഇതൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സും ജനങ്ങളുടെ ഇടയിൽ കയറിയത്. അപ്പൊ എന്റെ സംസാരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയല്ല, ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല. അപ്പം അല്ല, വൈഫിന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ എന്നാ സീരിയസും അല്ല, ഞാൻ ഒട്ടും സീരിയസ് അല്ല. എന്റെ വീട്ടിലെ എന്റെ മക്കളോടും എന്റെ വൈഫിനോടും ഞാൻ ഒട്ടും സീരിയസ് അല്ല. പക്ഷെ ഇതേപോലെ പാട്ടുപാടി ചുറ്റിക്കറങ്ങുന്ന ഒരാളല്ല ഞാൻ. അപ്പോഴവരൊക്കെ അന്തം വിട്ട്, ഞാൻ പറയുന്നല്ലേ ഇത് കേട്ടോണ്ട് അന്തം വിട്ട് കേട്ടോണ്ടിരുന്നിട്ട് എന്താ പറയുക, അയ്യോ അപ്പൊ ഞങ്ങള് വിചാരിച്ച പോലെയൊന്നും അല്ലല്ലേ ചേട്ടനും സാധാരണ ഒരു ഭർത്താവ് എന്നല്ലേ. ജീവിതത്തിൽ അങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന കോമാളിത്തരം കൊണ്ട് ചിലപ്പോ എന്റെ വൈഫിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ. ഇതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു, നിങ്ങൾ എന്നെ അടിച്ചു വന്നേന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാനും വൈഫും നല്ല റൊമാൻസ് ആണ്, നമ്മൾ റൊമാൻറ്റിക് ആണ്. പക്ഷെ അതിന് ഒരു എന്താ പറയണ ഒരു ജീവിതത്തിന്റെ റൊമാൻസ് ആണുള്ളത്, അല്ലാതെ ഒരു സിനിമാറ്റിക് റൊമാൻസ് അല്ല. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു പാർട്ട് എടുത്തിട്ട് വൈഫിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പേഴ്സണലി ചേട്ടന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അതിനകത്ത് വൈഫ് എന്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിത്താ, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിത്താ. അപ്പൊ ഇതിനകത്ത് ഭക്ഷണം ഉണ്ടാക്കി കുളമാവുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് അവൾ അതിന് സമ്മതിക്കില്ല. പക്ഷെ എന്നാലും ഇന്നും പറഞ്ഞു. ഇപ്പൊ ഇന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോ ഇന്നല്ല 2 ദിവസം മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞു, വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി. അപ്പം പറഞ്ഞു ഇന്ന് ഇവിടെ നിന്നിട്ട് ബിരിയാണി ഉണ്ടാക്കിത്താ എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാല്ല, ഞാനും പഠിച്ചിട്ടല്ല വന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി തന്ന. ഞാൻ എനിക്കൊരു കല്യാണത്തിന് വേണം, കല്യാണത്തിനൊക്കെ പിന്നെ പോകും, ആദ്യം ബിരിയാണി ഉണ്ടാക്കി തന്നിട്ട് പോയാൽ മതി. ഞാൻ ബിരിയാണി ഉണ്ടാക്കും, നിന്നെ ഇവിടെ കഴിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോ വേണ്ട അവസ്ഥയിലോട്ട് പോകും. ഇപ്പോ വിഷുവിന്റെ ആഘോഷങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പൊ വിഷുവിന്റെ ഓർമ്മകൾ ഒത്തിരി കാണുമല്ലോ. അപ്പൊ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഉണ്ടാവും, ഇപ്പൊ വൈഫുമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവും, സീരിയലിലെ ഓർമ്മകൾ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവോ? വിഷുക്കാലത്തിന്റെ ഓർമ്മകൾ നമുക്ക് പണ്ട് മുതലേ ഉള്ള, എനിക്ക് ഏറ്റവും പ്ലസന്റ് ആയിട്ടുള്ള ഓർമ്മകൾ അമ്മൂമ്മമാര്, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ്റെ അമ്മ, അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു വിഷ്കൈ നീട്ടം. കാരണം ആ സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താ പറയുക ലോട്ട് ഓഫ് മണി. അപ്പൊ ആ ഒരു കുറെ ചില്ലറകൾ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കും. കാരണം ഞാൻ അമ്മൂമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട്, എല്ലാ അമ്മൂമ്മമാരുടെ വീട്ടിലെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി വിഷ്കൈ നീട്ടം മേടിച്ചിട്ട്, അന്ന് പോകാത്തവരുടെ വീട്ടിലൊക്കെ പോകും, എല്ലാവരുടെ വീട്ടിലും പോയി ചെറിയ പൈസ 25 പൈസ 50 പൈസ ഒക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയ പൈസയാണത്. എന്നാലും അതെല്ലാം കൂടെ നമ്മൾ കൈക്കുള്ളിൽ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ എന്താ പറയണ ഒന്ന് കൊയ്ത്ത് കഴിയും ആ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിന്റെ കൂടെ ഇറങ്ങി ഇങ്ങനെ ഓടുന്ന, അത് എപ്പോഴും ഞാൻ എപ്പോഴും സ്വപ്നവും കാണാറുണ്ട്. അപ്പൊ അന്ന് ആ സമയത്ത് അമ്മൂമ്മയുടെ അവിടെ പശുവുണ്ട്, നിറച്ച് പശുവുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഒരു കയ്യിൽ ചിലപ്പോൾ പാലും ഉണ്ടാവും വീട്ടിലത്തേക്കുള്ള. അപ്പൊ ഈ പൈസ കിട്ടിയ ഓട്ടത്തിൽ ഈ പാല് ശ്രദ്ധിക്കാതെ ഓടും. ഈ ചോറ്റുപാത്രത്തിൽ നിന്ന് ഈ പാല് 4 വശത്തോടും തുളുമ്പി കളഞ്ഞ് വീട്ടിൽ എത്തുമ്പോ ഇതിന്റെ കുറെ ഭാഗം കളഞ്ഞിരിക്കും. അപ്പൊ ആ വിഷ്വലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിഷ്വലാണ്. എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സിനിമയിലൊക്കെ നമ്മൾ എപ്പോഴും കാണും, അയ്യോ എനിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നു. നല്ല വിണ്ട് കീറിയ പാടത്തിന്റെ അടുത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ആ പാടത്തിന്റെ അല്ല ഞാനതാ പറയാൻ വന്നത്. കാരണം ഇന്നിപ്പോ അവിടെ എന്റെ വീട്ടില് അമ്മൂമ്മയുടെ വീട്ടിൽ അപ്പുറത്ത് നോക്കിയാൽ കാണാം, അവിടെ ഒന്ന് പാടം, അവിടെ മൊത്തം വീടായി. നമുക്കുണ്ടായിരുന്നു, നമുക്ക് കുറെ പാടുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ കൊണ്ട് വിറ്റ് ഇപ്പൊ അവിടെയൊക്കെ നികത്തി അവിടെ ഫുൾ വീടുകളായി. അപ്പം മകൾക്ക് ഇങ്ങനെ ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നാറുണ്ടോ? അല്ല, അവർക്ക് വരുന്നില്ലല്ലോ. അല്ല, നമുക്ക് കിട്ടിയത് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം അവർക്കത് ഇഷ്ടപ്പെടില്ല. കാരണം അവരോട് ഞാൻ പറയുകയാണ് ഇതേപോലെ തന്നെ കുറെ ചില്ലറ പൈസയും കൊടുത്ത് പാടത്തിന്റെ നേർക്ക്, അവർക്കത് വേണ്ട. അവരെന്താ പറയണ, വിഷു ആകുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൈനീട്ടത്തിന് തന്നെ ഒരു അങ്ങനെ നമുക്ക് കിട്ടിയ ആ ഒരു പൈസ കിട്ടിയ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ കുട്ടികൾക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. കുട്ടികളുടെ ആവശ്യം കൃത്യമായി നടത്തി കൊടുക്കാറുണ്ട്. അപ്പൊ ഈ കൊടുക്കുന്ന ക്യാഷ് അല്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ ഇളയാള്
എല്ലാ മാസവും അച്ഛൻ്റെ 100 രൂപ വെച്ച് വൈഫിന്റെ അച്ഛൻ്റെ 100 രൂപ വെച്ച് മേടിക്കും. അവിടെ കലണ്ടർ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കൊള്ളപ്പണക്കാരി എന്നാ വിളിക്കുന്നത്. അപ്പൊ ആ 100 രൂപ വെച്ച് മേടിക്കും. അപ്പൊ അവർക്കത് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് വിഷ്കൈ നീട്ടം കൊടുക്കുന്ന ചിലപ്പോൾ ഒരു 10 രൂപയുടെ ഒരു കോയിൻ ആയിരിക്കും. അപ്പൊ ആ ഒരു വിഷ്കൈ നീട്ടത്തിൽ അവർക്ക് ഇന്നിപ്പോ നാളെ എനിക്ക് കിട്ടി ഞാൻ ഈ പറഞ്ഞ എന്റെ കൈക്കുള്ളിൽ ഇരുന്ന ചില്ലറ പൈസയുടെ കിലുക്കം അവരുടെ മനസ്സിലില്ല. അവർക്ക് കിട്ടുന്ന നോട്ടാണെങ്കിലും ആ ഒരു ഇഷ്ടമില്ല. അപ്പം അവർക്ക് ഇഷ്ടമുള്ള ബാക്കി വേറെ കാര്യങ്ങളായിരിക്കും. അവർക്ക് വിഷുവിന് കൊടുക്കുകയല്ല, അവർക്ക് ആഗ്രഹം തോന്നുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യം വരുമ്പോൾ, ആഗ്രഹം എന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ ആവശ്യത്തിന് നമ്മൾ ആവശ്യങ്ങൾ കൃത്യമായി ഏറ്റവും നല്ല രീതിയിൽ നേടിക്കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന വിഷ്കൈ നീട്ടവും ഞാൻ അനുഭവിച്ചതൊക്കെ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല ഇപ്പോഴത്തെ തലമുറയിൽ. പറയാനുണ്ട് ചേട്ടന് ന്യൂ ജനറേഷൻ കുട്ടികളോട് ഇപ്പോഴത്തെ വിഷുക്കാലം എങ്ങനെ ആഘോഷിക്കപ്പെടണം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ന്യൂ ജനറേഷൻ പിള്ളേർക്ക് എന്താ പറയാ, എനിക്ക് അങ്ങനെ എന്താ പറയാ, നമ്മള് ഇപ്പൊ ന്യൂജൻ ആയിട്ടൊക്കെയാണ് സീരിയലിലും ചെയ്യുന്നത്. ഇൻസ്പിറേഷൻ ആണ് കുട്ടികൾ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു വിഷു അല്ലെങ്കിൽ പുത്തനുടുപ്പ് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ വിഷുവിനൊരു പുത്തനുടുപ്പ് അല്ലെങ്കിൽ പൈസ അങ്ങനത്തെ ഒരു സാധനം എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേർക്കില്ല. അങ്ങനെ അവർക്ക് ആവശ്യാനുസരണം എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഞാൻ ഒരിടത്തും അങ്ങനെ ഈ ഒരു പണ്ട് കാലത്തെന്ന് പറയുമ്പോൾ നമുക്ക് വിഷുവിനോ അല്ലെങ്കിൽ ഒരു ഓണത്തിനോ ഒക്കെ ആയിരിക്കും പുതിയൊരു ഉടുപ്പ് കിട്ടുക അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കിട്ടുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അങ്ങനെയില്ല. ഞാൻ പിന്നെ വേറെ ഞാനിപ്പോ നമ്മുടെ ഗീതുമായിട്ട് അഭിനയിക്കുന്ന ബിന്നിക്ക് ഈ വിഷ്കൈ നീട്ടം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദിവസം ലൊക്കേഷനിൽ നമ്മുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നൊരു 14-ാം തീയതി 15-ാം തീയതി 2 വർഷം മുമ്പ് ഫസ്റ്റ് നമ്മുടെ ഷൂട്ടിങ് വിഷു. അപ്പൊ അന്ന് രാത്രി 12 മണി കഴിഞ്ഞ് 12:30 ആയപ്പോൾ എനിക്ക് ഷൂട്ട് കഴിഞ്ഞു. ക്രൂവിന് കഴിഞ്ഞിട്ടില്ല, അവർക്ക് പിന്നെ ഒരു 1 അവറും കൂടെ പോകും. അപ്പൊ ഞാൻ അന്ന് ഇതേപോലെ എന്റെ കയ്യിലിരുന്ന്, അപ്പൊ ഞാൻ അന്ന് നൈറ്റ് ഇത്രയും ഷൂട്ട് പോകുന്ന അറിയില്ല. എനിക്ക് എല്ലാവർക്കും കൂടെ വിഷ്കൈ നീട്ടത്തിന് വേണ്ടി പൈസ എന്തെങ്കിലും എടുത്ത് വെച്ചാണ്. അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്ന മൊത്തം നാണയങ്ങൾ, കയ്യിലുണ്ടായിരുന്ന ഫുൾ പൈസ എല്ലാം ഞാൻ കയ്യിലെടുത്തു. കയ്യില് കുറെ പേർക്കുണ്ടായിരുന്നു. അതായത് 1 രൂപയുണ്ട്, 10 രൂപയുണ്ട്, 20 രൂപ നോട്ടുകൾ ഉണ്ടായിരുന്നു, തുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുറെ 10, 50, 100 എന്ന് പറയുന്ന ഇങ്ങനെ കുറെ, എനിക്കൊരു എല്ലാം കൂടെ 500 ഒക്കെ വരുള്ളായിരിക്കും. അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ആദ്യം കണ്ടത് ബിന്നിയാണ്. അവിടെ നിന്ന് ഇറങ്ങും ബിന്നിക്ക് ഞാൻ ഇതേപോലെ തന്നെ 50 രൂപയോ എന്തോ ബിന്നി കൊടുത്തു. എന്ത് അപ്പൊ ഈ വിഷ്കൈ നീട്ടത്തിന് പൈസ തരുമോ? അവനാ അങ്ങനെ പൈസ കൊടുക്കുന്ന പരിപാടിയുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ബിന്നി വാങ്ങിച്ചു വെച്ചു. അതൊരു എന്താ പറയണ, നമ്മള് ആദ്യമായിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾക്ക് വിഷ്കൈ നീട്ടം കിട്ടുക. എനിക്കും അതൊരു വലിയ സന്തോഷമായി. എന്നിട്ട് അടുത്ത വർഷം എന്നത് പറഞ്ഞു, അടുത്ത വർഷവും ഇതേപോലെ വിഷ്കൈ നീട്ടം തരണം. കാരണം ആ വർഷം നല്ല സമ്പത്ത്, പൈസ, അത്യാവശ്യം പൈസ എനിക്ക് പലയിടത്തുനിന്നായിട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം എനിക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് പറ്റിയില്ല, കാരണം അന്ന് ഷൂട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം വിഷുവിന് എനിക്ക് തോന്നി ഇപ്രാവശ്യം നമുക്ക് വിഷുവിന് ഷൂട്ട് വരും. കുറെ ചില്ലറ പൈസകൾ ഇങ്ങനെ കൈക്കുള്ളിൽ ഒതുക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പൈസ വെച്ചിട്ട് എന്തെങ്കിലും ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സമ്മാനോ എന്തെങ്കിലും കിട്ടിയതായിട്ട് ഓർക്കുന്നുണ്ടോ വിഷുവിന്? ഈ പൈസ വെച്ചിട്ടോ ഞാൻ വാങ്ങിയെന്നാണോ? ഈ പൈസ വെച്ചിട്ട് അങ്ങനെ ഒരു സമ്മാനം വാങ്ങാനുള്ള പൈസകളൊന്നും ഉണ്ടാവില്ല അതിനകത്ത് നേരെ നമ്മളവിടെ അന്ന് സ്കൂളിൽ മണിയണ്ണൻ ഉണ്ടായിരുന്നു. മണിയണ്ണൻ ഐസ് കൊണ്ടുവരുന്ന മണിയണ്ണൻ. അപ്പൊ മണിയണ്ണന് ഞങ്ങള് ഒരുപാട് പൈസ കൊടുക്കാണ്ടാവും. അപ്പൊ പുള്ളി ഐസ് എന്നും ഐസ് ഒരു ഏതെങ്കിലും ഒരു സമയത്ത് വൈകുന്നേരം ആയാലും ശരി കഴിച്ചുകൊണ്ട് പോകുമ്പോ മണിയന്റെ കടം വെച്ചാ വാങ്ങുന്നത്. എന്നിട്ട് ചിലപ്പോ ഒരാഴ്ച കഴിയുമ്പോ നമ്മളെ എന്റെ ഫാമിലിക്ക് അറിയാന്നുള്ള എനിക്ക് മണിയണ്ണൻ കടം തരും. അപ്പൊ എപ്പോഴെങ്കിലും ഞാൻ കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ പുള്ളിയുടെ ഐസ് മണിയന്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഈ പൈസകൾ കൊടുക്കാറുണ്ട്. അത് വലിയൊരു കാര്യമാണ് അല്ലേ? നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പൈസകൾ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടിയിട്ട് മറ്റുള്ളവർക്ക് അതൊരു ആവശ്യമായി മാറുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഗവൺമെന്റ് ജോലിയുണ്ട്, അതോടൊപ്പം തന്നെ സീരിയലും കൊണ്ടുപോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരാറുണ്ട് എപ്പോഴെങ്കിലും ജീവിതത്തില്? സാക്രിഫൈസ് ചെയ്യാന്ന് വെച്ചാൽ ജോലിക്ക് സാക്രിഫൈസ് ചെയ്യാറുണ്ട്. കാരണം എന്റെ ഒരുപാട് ലോസ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എന്റെ വർഷങ്ങളോളം കുറെ ലീവ് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഫാമിലി ഇപ്പൊ നമുക്ക് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഇന്നലെ 2 ദിവസം മുമ്പ് ഇതിന്റെ പേരിൽ വഴക്കുണ്ടായിട്ടേ ഉള്ളൂ വീട്ടില്. അല്ല വഴക്ക് എന്ത്
എന്തോ ചെറിയ കാര്യത്തിനായിരിക്കും എന്തോ നിങ്ങൾ അതിന് ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ എനിക്കൊരു ഷൂട്ടിങ്ങും അല്ലെ ഓഫീസും കാര്യമില്ല, അതാണ് ഇല്ലെന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ ഞാനത് പോയത്, നിങ്ങൾക്ക് വേണ്ടിയല്ലേ പോയി, നിങ്ങൾക്ക് വേണ്ടിയല്ലേ പോയി, നിങ്ങൾ അഭിനയിക്കാനല്ലേ പോയി. അപ്പൊ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് എന്തോ എവിടെയോ പോകുന്ന കാര്യത്തിന് ഞാൻ കൂടെ ചെന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ മൂട്ടാൻ വേണ്ടി വഴക്കുണ്ടാക്കും. പക്ഷെ ഈ പറയുന്ന ആള് തന്നെ എന്നെ ഒന്നിനും ഉൾപ്പെടുത്തൂല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ സ്വസ്ഥമായിട്ട് ജോലി ചെയ്തോട്ടെ, മറ്റു കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്ന ആള് ചുമ്മാ എന്നെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ സാക്രിഫൈസ് ഞാൻ പറയാം, ഞാൻ ഇന്നലെയും മെനിഞ്ഞാന്നും ഒക്കെ ഞങ്ങളിങ്ങനെ ഒരു യാത്രയിൽ ഇങ്ങനെ അമ്മയുടെ വീട്ടിലോട്ട് ഇങ്ങനെ യാത്ര പോയപ്പോ ഞാൻ പറഞ്ഞു, ഒരു 10 വർഷം ഒന്ന് ബാക്കിലോട്ട് പോയിരുന്നെങ്കിൽ മീനുവിനെ കുറച്ചും കൂടെ കൊഞ്ചിക്കായിരുന്നു, കുറച്ചുകൂടെ കളിപ്പിക്കായിരുന്നു. അതിന്റെ കൊതി തീർന്നില്ല, ഇളയാള് അതിന്റെ കൊതി തീർന്നില്ല എന്ന് പറഞ്ഞു. മൂത്തയാളെ കാര്യം പറയാൻ പറ്റില്ല, കാരണം പിന്നെ ഒരുപാട് ബാക്കിലോട്ട് പോയി. ഞാൻ പറഞ്ഞു 10 വർഷം ബാക്കിലോട്ട് പോയിരുന്നെങ്കിൽ ഇളയാള് ഭയങ്കര അക്രമിയായിരുന്നു. മൂത്തയാൾ അങ്ങനെയല്ല, പാവമായിരുന്നു. എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ അവിടെ ഇരുന്നോളും, അവരെ കൊണ്ട് ഒരു ഉപദ്രവവും ഇല്ല, ഒരു പ്രശ്നമില്ല. മറ്റേത് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പൊ ഒരു 10 വർഷം പിന്നോട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ഒന്നും കൂടെ കുറച്ചും കൂടെ മീനിനെ കളിപ്പിക്കാമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ നല്ല നിമിഷങ്ങൾ ചിലപ്പോ ഷൂട്ടിംഗ് കാരണമൊക്കെ മിസ്സായിരിക്കാം. പക്ഷെ അതൊന്നും ഈ പറയുന്നത് പോലെ നമ്മുടെ ഒരു സാക്രിഫൈസ് എന്നോ ജീവിതത്തിലെ നഷ്ടമെന്നോ പറയാൻ പറ്റില്ല. എനിക്ക് ദൈവം തന്ന ഇഷ്ടപ്പെട്ട ഒരു ജോലി, എനിക്ക് ദൈവം തന്ന ആ ഒരു ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു സാക്രിഫൈസ് അല്ല, എന്നിരുന്നാലും ചില സമയങ്ങളിൽ ഇഷ്ടം തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ സീരിയല് മാത്രമല്ല, അത് കുറെ വീഡിയോ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വിഷു ആകുമ്പോൾ കൂടുതലും കാണും. ഒരുപാട് ഡ്രസ്സിന്റെയും ഒക്കെ പ്രൊമോഷൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ബിസിനസ് മൈൻഡിലേക്ക് ആൾക്കാർ പോകുന്നുണ്ടെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അതായത് മുമ്പേ സീരിയലിൽ വന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് ചേട്ടന് മിക്കവാറും പറയാൻ അത് കൂടുതലും തോന്നുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസ് മൈൻഡിലേക്ക് എന്നല്ല. ഇപ്പൊ ഞാനിപ്പോ ഒരുപാട് ഫംഗ്ഷൻസിന് നമ്മുടെ സീരിയലിൽ ഉണ്ടാവുന്ന ഫംഗ്ഷൻസിന് ഒരുപാട് ഡ്രസ്സുകൾ എനിക്ക് കൊളാബ് കിട്ടും. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പർട്ടിക്കുലർ സ്ഥാനത്തിന് ഞാൻ ഡ്രസ്സിന് പൈസ ചെലവാക്കണ്ട. ഒരു ഓണത്തിനാണെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് നമ്മുടെ ഒരു അറ്റയറിന് ചിലപ്പോൾ നമുക്കൊരു 2000-3000 രൂപ ഏറ്റവും മിനിമം നമ്മുടെ ഒരു ഡ്രസ്സിനാവും. ആ പൈസ എനിക്ക് ലാഭിക്കാം എന്നതിലുപരി എനിക്ക് അവർ കൊളാബായിട്ട് തരുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ എന്നെ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് എനിക്ക് ആ കൊളാബ്സ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊരു ബിസിനസ് മൈൻഡിലോട്ട് പൊക്കോട്ടെ. നമ്മളിപ്പോ മാർക്കറ്റിംഗ് പല രീതിയിലല്ല. അതായത് ഇപ്പോ എന്താ പറയാ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു സിനിമ ഇറങ്ങുമ്പോൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു വലിയ പരസ്യം ഉണ്ടാവും, ഇന്ന തിയേറ്റർ ഉണ്ടാവും. ഇന്നിപ്പോ അതങ്ങ് മാറി അല്ലെ. ഇതിപ്പോ അത് മാറിയിട്ട് ഇപ്പോ എമ്പുരാന്റെ ആണെന്നുണ്ടെങ്കിൽ ലാലേട്ടനോ പൃഥ്വിയോ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, അത് പത്രത്തിൽ വരുന്നതിനേക്കാളും ഒക്കെ എത്രയോ മുകൾ. അപ്പം അത്രയും മാർക്കറ്റിംഗ് കയറി. അപ്പം ഓരോ സമയങ്ങളിൽ ഓരോ രീതി. പിന്നെ ഈ ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഈ പുതിയ തലമുറയുടെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിട്ടുള്ളത്, അവര് സീരിയലില് ആ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നു. അത് ചില സമയങ്ങളിൽ എന്തിനാ, അതല്ല, ആദ്യം നമ്മുടെ ജോലി ഇതാണ്. ഈ ജോലി നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്ന മറ്റു കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ആളുകൾ അങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, പിന്നെ അവരോട് പറഞ്ഞ കാര്യമില്ല, അവർക്ക് അപ്പ കിട്ടുന്നത് കിട്ടട്ടെ. ചേട്ടന് അപ്പൊ ആ ഒരു ഡിഫറൻസ് തോന്നുന്നു. ഇപ്പൊ സീരിയൽ പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു ഇതാണോ നല്ലത്, അതോ അതാണോ നല്ലത്? പഴയ കാലഘട്ടത്തിലെ ആ ഒരു സീരിയൽ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ പൊക്കോണ്ടിരുന്നതാണോ നല്ലത്, അതോ ഇപ്പൊ കിട്ടുന്ന ഈ ഒരു ഇമേജും കാര്യങ്ങളും ആണോ എന്ന് തോന്നുന്നു? തീർച്ചയായിട്ടും ഇപ്പൊ കിട്ടുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ സീരിയലിന് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, മേക്കിങ്ങിലും എല്ലാ കാര്യങ്ങളും. ഇന്ന് ആ ക്വാളിറ്റി ലോസ് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം നമുക്കിപ്പോ ഒരുപാട് സമയം എടുക്കണം. ഇന്നത്തെ ക്യാമറയാണെങ്കിലും ഇന്നത്തെ ലൈറ്റ്സും ഒക്കെ ആണെങ്കിലും ഒരുപാട് സമയം എടുക്കണം. പക്ഷെ ആ സമയം എടുക്കേണ്ടാത്തത് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് മാറും, ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് മാറി. അത് നല്ല പ്രവണതയല്ല. ഇനി അത് നമുക്ക് ഒരുപാട് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യും. കാരണം പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ മതി, ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 200 എപ്പിസോഡായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാ സീരിയലിലും ഇല്ല, ചിലതൊക്കെ 50 എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 25 എപ്പിസോഡ് 50 എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ അടിച്ച് തീർത്ത് എന്തിനോ വേണ്ടിയിട്ട് പോകുന്നു. അതായത് ഒരു ഓഫ് കോഴ്സ് പ്രൊഡ്യൂസർക്ക് ലാഭം ഉറപ്പായിട്ടും വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി തകർന്നു പോകും.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ചാനലിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ശരി, എല്ലാവരുടെ സൈഡിൽ നിന്നാണെങ്കിലും ശരി, നമ്മൾ അതിനകത്തൊരു ഫണ്ടിങ് കൂട്ടിയിട്ട് ക്വാളിറ്റി നമ്മൾ ഇമ്മീഡിയറ്റ് കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ദോഷത്തിലോട്ട് പോകും. കാരണം ഇപ്പൊ എല്ലാം ഇത്ര മതി, നമ്മളൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിക്കണം ഒന്നും കൂടെ എടുക്കാൻ. നമ്മൾ നിർബന്ധിക്കുമ്പോൾ മിക്കവാറും ഡയറക്ടേഴ്സിന്റെ മുഖം മാറും. അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, അവന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്. നമ്മളെ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഡയറക്ടർ നമ്മുടെ മുമ്പിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പല സമയങ്ങളിലും അയാളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ മുഖത്ത് അത്ര പ്രഷർ നമുക്ക് കാണാൻ പറ്റും, അത്ര പ്രഷർ കാണാൻ പറ്റും. അപ്പോൾ ലോസ് വരാതിരിക്കാനാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ശരിക്കും ചാനലുകൾ പൈസ കൂട്ടിക്കൊടുത്ത് ഇതിന്റെ ഒരു ക്വാളിറ്റി കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം പഴയ കാലവും ഈ കാലം എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ പണ്ട് കുറച്ചും കൂടെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. ആ ഡയറക്ടേഴ്സും അങ്ങനെ ഉണ്ടായിരുന്നു. അല്ല എനിക്ക് ഇങ്ങനെ വേണം, ഈ ക്വാളിറ്റി എനിക്ക് വേണം എന്ന് നിർബന്ധമായി പറയുന്ന ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയുള്ള ആൾക്കാർ കുറയുന്നു. ഓക്കെ, ഒരു ഗ്യാപ്പിന് ശേഷമാണ് ചേട്ടൻ ഇപ്പൊ ഗീതാ ഗോവിന്ദം എന്ന സീരിയൽ ചെയ്തത്. ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു നല്ലൊരു ബെറ്റർ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു, അതാണ് ആ ഒരു ഗ്യാപ്പിന് വന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു ബെറ്റർ ക്യാരക്ടറാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്പെഷ്യലി മുമ്പത്തേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ചെറുപ്പമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോ എനിവേ അതിപ്പോ കിട്ടിയില്ല, സപ്പോസ് അങ്ങനെ വെക്കുക, ഇത് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ തിരിച്ചു വരില്ലായിരുന്നു. അല്ല, ഞാൻ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി 1 വർഷം വെയിറ്റ് ചെയ്തോളൂ. ഇതിനകത്തുള്ള വെയിറ്റിംഗ് പീരീഡ് ആളുകളിലോട്ട് കൂടുതൽ എത്തുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിനു മുമ്പ് ആ ഗ്യാപ്പിന്റെ കുറച്ചു മുമ്പ് ഞാൻ ഒരു സീരിയൽ ചെയ്തിരുന്നു. പക്ഷെ ഈ ഏഷ്യാനെറ്റിൽ എന്താ പറയണ, ഈ ഒരു ഏഷ്യാനെറ്റിൽ വരുന്ന ഗീതാ ഗോവിന്ദം പോലത്തെ ആ ചാനലിൽ വരുമ്പോൾ അതിന് റേറ്റിംഗ് കൂടുതലാണ്. അപ്പൊ അതിന് തൊട്ടു മുമ്പുള്ള സീരിയൽ ആരും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അത്രയും വലിയൊരു ഗ്യാപ്പ്. അപ്പൊ ഞാൻ ഭാര്യ എന്ന് പറയുന്ന ഒരു സീരിയൽ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് ഗീതാ ഗോവിന്ദമാണെന്ന് പലരും വിചാരം. പക്ഷെ അതിനിടയിൽ ഞാൻ 2 സീരിയൽ ചെയ്തിരുന്നു. അത് ആളുകളിലോട്ട് എത്തുന്നില്ല. അപ്പം ഇതാണ് പ്രശ്നം. ഈ മറ്റ് ചാനലുകളിലുള്ള സീരിയലുകൾ ഇനിയും മത്സര ബുദ്ധിയോടുകൂടി നല്ല ക്വാളിറ്റി കൂട്ടിയിട്ട് ഏഷ്യാനെറ്റിനോട് ഒപ്പം നമ്മളിപ്പോ എല്ലാ സീരിയലുകളും എല്ലാ ചാനലിലെ സീരിയലുകളും നല്ലതായിരുന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ നിലനിൽപ്പുള്ളൂ. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു മത്സരമൊന്നുമില്ല. അപ്പം പിന്നെയും ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തേനാണോ ചോദിച്ചത്? അല്ല, ഒരു നല്ല ക്യാരക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും തീർച്ചയായിട്ടും. പക്ഷെ വേറെ കാര്യം പറയുന്നത് നല്ലൊരു ക്യാരക്ടറിന് വേണ്ടി ചേട്ടൻ വെയിറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഗീതാ ഗോവിന്ദം വന്നപ്പോ തിരിച്ചെത്തിയത് എന്ന് പറഞ്ഞു. ഇപ്പോ ഈ ഒരു ഗീതാ ഗോവിന്ദത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചേട്ടന് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്താണ്, വീണ്ടും വെയിറ്റ് ചെയ്താണ്. കാരണം നമ്മൾ ആ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ആളുകൾ പെട്ടെന്ന് വെറുത്തു. അപ്പൊ അങ്ങനെ ഒരു വെറുപ്പ് നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിന് വേണ്ടിയിട്ട്, അതിപ്പോ ഏത് ചാനലിലാണെങ്കിലും, ഞാൻ തൊട്ടു മുമ്പ് ചെയ്തതാണെങ്കിലും ജീവിതമാവുക എന്നുള്ള സീരിയലാണ് ചെയ്തത്. അതിനകത്ത് ആളുകൾ എത്ര കണ്ടു എന്നല്ല, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല ക്യാരക്ടറായിരുന്നു, നല്ല രസമുള്ള മുഹൂർത്തങ്ങൾ എനിക്ക് അഭിനയിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ ഞാൻ ഏത് ചാനലിലാണെങ്കിലും ശരി നമ്മൾ ഹാപ്പി ആവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല. ഈ പ്രേക്ഷകർക്കാണ് ഈ പറയുന്ന പോലെ ഒരുപാട് വെയിറ്റ് ചെയ്തു എന്നുള്ള ഇത് വരുന്നത്. ഞാൻ എന്തായാലും 100% ഞാൻ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ഗീതാ ഗോവിന്ദം ഇപ്പം കഴിയുകയാണെങ്കിൽ ശരി, അടുത്തൊരു കഥ ആരെങ്കിലും വന്ന് പറഞ്ഞ് എനിക്കത് കൺവിൻസ് ചെയ്യാനുള്ള വെയിറ്റ് ചെയ്യുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അടുത്ത് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ ജെൻസ് ആയിരുന്നാലും ലേഡീസ് ആയിരുന്നാലും എല്ലാരും സൗന്ദര്യം ഒത്തിരി കാത്തു സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. എവിടെ എങ്ങനെ ഏതൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലൊക്കെയാണ്. എങ്ങനെ ഇത്രയും ഏജില് എങ്ങനെ എങ്ങായിട്ട് ഇരിക്കാൻ പറ്റുന്നു? അത് മാത്രമല്ല, എന്തെങ്കിലും ടിപ്സ് ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷന് കൊടുക്കാനുണ്ട്? ഇത്ര ഏജിലുള്ള പ്രേക്ഷകർ കേൾക്കുമ്പോൾ എനിക്ക് 55 വയസ്സുണ്ടോ? അങ്ങനെയല്ല, ഒരിക്കലും ചിട്ടായ ഒരു ജീവിതം ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ചിട്ടായ ജീവിതം ഇല്ല. അപ്പൊ ഞാനിപ്പോ എന്റെ വർക്കൗട്ട് ഞാൻ 2 മാസത്തോളമായി ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് എല്ലാം പറഞ്ഞുതരാം. എനിക്കതെല്ലാം പറഞ്ഞു. എനിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഞാൻ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് പബ്ലിക്കായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് എനിക്കിതൊന്നും പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഒന്ന് കൃത്യമായ ഇടയ്ക്കിടയ്ക്കുള്ള വർക്കൗട്ട് ഉണ്ടാവും. ഭക്ഷണ നിയന്ത്രണം ചില സമയത്ത് അപൂർവമായിട്ട്, പക്ഷെ ഈ കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും. അപ്പൊ എനിക്കിപ്പം ബിരിയാണി ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ഞാനൊരു ഫുൾ ബിരിയാണി കഴിക്കില്ല, ഞാനൊരു 1/4 ഭാഗം ബിരിയാണി കഴിക്കുള്ളൂ. എനിക്ക് ചിക്കനും മട്ടനും ഒക്കെ ഇഷ്ടമാണെങ്കിലും ഞാൻ അതിന്റെ 2 പീസ് കഴിക്കുള്ളൂ, അതിൽ കൂടുതൽ കഴിക്കില്ല. അപ്പം അങ്ങനത്തെ ഐസ്ക്രീം അല്ലെങ്കിൽ കേക്ക് എല്ലാം കഴിക്കും, പക്ഷെ ഒരു ക്വാണ്ടിറ്റി കുറച്ച് അതിനെ ഞാൻ ക്രമീകരിക്കാം, മിനിമൈസ് ചെയ്യാറുണ്ട്.
പിന്നെ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഹെയർ ആയിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ ഫസ്റ്റ് പ്രശ്നം നല്ല തടി ഉണ്ടായിരുന്നു. നല്ല തടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര തടിയല്ല. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പോൾ ആ ഒരു ജീവിത നൗക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അത്രയും തടി ഞാൻ കുറച്ചു. ആ ഒരു ഭാര്യ എന്നുള്ള സീരിയൽ കഴിഞ്ഞപ്പോൾ നല്ല ഗുണ്ടായിരുന്നു, നല്ല വയറൊക്കെ ചാടി, ആ ഒരു ക്യാരക്ടർ അങ്ങനെയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ജീവിത നൗകയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു നല്ലോണം തടി കുറച്ചു. അതിനുശേഷം പിന്നെ എൻ്റെ പ്രശ്നം ഹെയർ ആയിരുന്നു. അപ്പൊ ഞാൻ ആ കോവിഡ് സമയത്ത് കൃത്യമായ ഒരു സമയത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ലാ ഡെൻസിറ്റിയിൽ അവർ ഇതുപോലെ തന്നെ സംസാരിച്ചു. ഞാൻ അവരോട് പോയി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എന്തൊക്കെ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കഴിക്കുന്നു. ഞാൻ ഓറഞ്ച് കഴിച്ചാൽ ഒരു 10 ഇതളാണ് അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ 8 എണ്ണം കഴിക്കും, 2 എണ്ണം ഞാൻ മൂത്തിടും. കേട്ടോ, 2 എണ്ണം മൂത്തിടും. ഇതുപോലെ തന്നെ രാവിലെ ചില സമയം നല്ല ടാനൊക്കെ അടിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ തൈര് എടുത്തിടും, പാല് കട്ടയാക്കി മൂത്തിടും. അപ്പൊ ഇങ്ങനെയുള്ള വീട്ടിലുള്ള ടിപ്സ്. ഇപ്പം പപ്പായ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പപ്പായ മൂത്തിടും, കുറച്ച് കഴിക്കും. ഇപ്പൊ രാവിലെ ഇപ്പം ലൊക്കേഷനിൽ പോണതിന് മുമ്പ് എനിക്ക് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാനിത് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് എനിക്കെന്തോ ഫേസ് വല്ലാതിരിക്കാൻ ചിലപ്പോൾ ഞാൻ തേനെടുത്ത് മൊത്തത്തിൽ ഇട്ടിട്ട് പുറത്തു പോകും. അപ്പൊ ലൊക്കേഷനിൽ വരെ ചെല്ലുന്ന ഒരു 10-20 മിനിറ്റ് കിട്ടും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ. പിന്നെ ഇത് എന്താണ് മുട്ട. ഞങ്ങളൊരുക്ക് ഇവിടെ ഞാനും അരുണും കൂടെ, അരുൺ രാഘവ് രണ്ടുപേരും കൂടെ ഞങ്ങള് മണാലിയിൽ പോയി. ഞങ്ങൾ രണ്ടുപേരും മാത്രം മഞ്ഞിൽ അന്ന് കുളിച്ചപ്പോൾ ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ അവൻ മുട്ട മാത്രമേ കഴിക്കൂ, അല്ല ബാക്കി ഫുള്ള് വെജാണ്. അപ്പൊ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ അടുക്കളയിൽ കയറി ഓംലേറ്റ് ഉണ്ടാക്കി. അപ്പൊ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി ലാസ്റ്റ് അതിനകത്ത് കുറച്ച് വരും. അപ്പൊ അതിനെടുത്ത് ഞാൻ ഇവിടെ ഇട്ട് സാഞ്ചേട്ടാ എന്ത് കാണിക്കണമെന്ന്. ഞാൻ പറഞ്ഞാ ഇത് പണ്ടുപോലെയുള്ള എന്റെ ശീലമാ. അപ്പൊ ഞാൻ വീട്ടിലിട്ടാലും ഓംലേറ്റ് അടിക്കും, അതിനകത്തുള്ള കുറച്ച് മറ്റേ വൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് മൂത്തോട്ടിടും. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടി. അപ്പൊ പക്ഷെ കുറെ കഴിയുമ്പോൾ നമുക്ക് അതിനൊക്കെ സാധിക്കാതെ. ഞാൻ ട്രീറ്റ്മെന്റ് ഞാൻ ഡോക്ടർ ദിവ്യയുടെ അവിടെ ഡോക്ടർ ദിവ്യയുടെ അവിടെ ക്ലിനിക്കിൽ ഹോമിയോ ആണ്. മാസത്തിൽ ഒരിക്കൽ പോയി എന്റെ ഫേസ് റിജുമിനേഷന് വേണ്ടിയിട്ട് ദിവ്യ എനിക്ക് ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. ദിവ്യ കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഏജ് നമ്മൾ കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് പോകണം, നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അത് വലിയൊരു ടിപ്പാണ്. ഇപ്പോൾ ഉള്ള സൗന്ദര്യം സംരക്ഷിക്കുന്ന ആളുകൾക്ക് നമ്മുടെ സാജൻ ചേട്ടൻ തന്നൊരു വലിയൊരു ടിപ്പാണ്. എല്ലാവരും ഇതൊക്കെ ചെയ്യാം. കൈ കണ്ടതെല്ലാം എടുത്തു അല്ല, എനിക്ക് അറിയില്ല ശരിയാണോ തെറ്റാണോ അറിയില്ല. ഞാൻ ചെയ്തത് ഇങ്ങനെയൊക്കെയാണ്, അത്രേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് പോസിറ്റീവായിട്ട് എല്ലാരും ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും അടുത്ത് പോത്തേടരുത്. അതുകൊണ്ട് ഡോക്ടർ പറയുന്ന അനുസരിച്ച് ചെയ്യുക. ഇന്നിപ്പം വഴി കാണാൻ ആരെങ്കിലും ഒക്കെ പറയണ എന്തെങ്കിലുമൊക്കെ ടിപ്പുകൾ ചെയ്യാൻ പാടില്ല. ഇപ്പം നല്ല ക്ലിനിക്കുകളുണ്ട്, നല്ല ക്ലിനിക്കുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഈ ഓരോരുത്തരുടെ സ്കിന്ന് തിരിച്ചറിയാം. ഇപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഓറഞ്ച് ഇട്ടുകൊണ്ട് നാളെ തൊട്ട് എല്ലാവരും കൂടെ എടുത്തിട്ട് ഓറഞ്ച് ഇട്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെന്തോ ഓറഞ്ച് ഇടുമ്പോൾ ഒരു സുഖം വരും, പപ്പായ ഇടുമ്പോൾ നല്ല ഗ്ലേസിങ് വരും, തേനിടുമ്പോൾ ഒരു ഗ്ലേസിങ് വരും, പാല് കട്ടയാക്കി വരുമ്പോൾ ഫേസിന് ഒരു ഫ്രഷ്നെസ് വരും, ഈ തൈരിടുമ്പോ ടാൻ മാറും. ഇത് എനിക്ക് സംഭവിക്കുന്നുണ്ട്, ഇത് മറ്റുള്ളവർക്ക് അതൊക്കെ നോക്കി ചെയ്യാം. ഗ്ലാമർ കൂടി പോയിട്ട് പെൺ പ്രേക്ഷകർ എന്തെങ്കിലുമൊക്കെ ലവ് ലെറ്റേഴ്സ് ഒക്കെ ഇപ്പോഴും തരാറുണ്ടോ? മീൻസ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആയതുകൊണ്ട് അതിനകത്തായിരിക്കും റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ട് മെസ്സേജ് അയക്കാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്നുണ്ട്? അല്ല, അങ്ങനെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ കള്ളായിപ്പോ. അതൊക്കെ വരും. നമ്മള് എന്താ പറയാ, അതൊക്കെ വരുന്നത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം എന്നെ ഒരാൾക്ക് ഇഷ്ടമെന്നോ എന്നെ ഒരാൾ വെറുക്കുകയല്ലേ ചെയ്യുന്നത്, എന്നെ ഒരാൾ ഇഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അതിനൊരു അതിർവരം വിട്ട് നിൽക്കുകയാണ് നമ്മള്. ആ ഒരു അതിർവരം. പിന്നെ ഞാൻ കഴിയുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഇൻസ്റ്റയിൽ എല്ലാവർക്കും ഞാനൊരു ദിവസം എന്റെ ഇൻസ്റ്റ എടുത്തിട്ട് എന്റെ റിക്വസ്റ്റ് കാണുമല്ലോ, റിക്വസ്റ്റ് നോക്കിയപ്പം ആരും എന്റെ അടുത്ത് ബിന്നിയാ അമൃത ആരും എടുത്തിട്ട് എന്റെ അടുത്ത് റിക്വസ്റ്റ് നോക്കിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇതിനകത്തൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ഒരാഴ്ച കൂടുമ്പോൾ അതിനകത്ത് എല്ലാവർക്കും മറുപടി കൊടുക്കും. പക്ഷെ ഒറ്റ മറുപടി ആയിരിക്കും, പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യില്ല. പിന്നെ അത് അടിയിൽ പോകുന്നതുകൊണ്ട് ഫോളോ അപ്പ് അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ആദ്യം കാണുന്നതിന് ഒരു മറുപടി കൊടുക്കും. പലരും പറയും അയ്യോ ഞങ്ങൾ മറുപടി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല, പ്രതീക്ഷയില്ല എന്ന് പറയും. അപ്പം ബിന്നിയും അവരൊക്കെ അവരുടെ റിക്വസ്റ്റിൽ 10-100 കിടപ്പുണ്ട്. എന്റെ ഒന്നുപോലും ഇല്ല, ഞാൻ കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ട്, ഒരു രസകരമായ എന്തെങ്കിലും മെസ്സേജ് ഉണ്ട്? അല്ല, അങ്ങനെ ഇപ്പോഴങ്ങനെ ഒരു എല്ലാരും പറയും നമ്മളെ ഇഷ്ടമാണ്, ക്യാരക്ടർ ഇഷ്ടമാണെന്ന് പറയും. ഞാൻ പിന്നെ എന്താ കൂടുതലും കാണുന്നത്, ഇപ്പൊ എനിക്ക് പണിയില്ലാണ്ടിരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ആരും മെസ്സേജ് അയക്കില്ല. അപ്പൊ ഇതെല്ലാം ബേസ്ഡ് ഓൺ ഒരു ക്യാരക്ടറാണ്. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ്. ഇപ്പൊ
ഇപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ആകെപ്പാടെ എനിക്കൊരു ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ആദ്യം ജീവിതം നവകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3000-4000 ഒക്കെ വരുന്ന ഫോളോവേഴ്സ്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അപ്പം അന്ന് ജിഷിനുണ്ട്, നിതിനുണ്ട്, അപ്പൊ അവരോടൊക്കെ അവർക്കൊക്കെ 100 50K അങ്ങനെയൊക്കെ ആയി. ഞാൻ ഇതൊക്കെ എങ്ങനെയാടാ അവൻ പറഞ്ഞ. അപ്പം അവരും അത്രയ്ക്ക് ഫോട്ടോസ് ഇടുന്നുണ്ട്, വീഡിയോസ് ഇടുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ചേട്ടാ അത് വേറൊരു സാധനം വരുമ്പോൾ നിങ്ങൾ ഒരുമ കയറി പോകുന്നു പറഞ്ഞു. സെയിം അതാണ് ഗീതാ ഗോവിന്ദം വന്നു, ആ ക്യാരക്ടർ ക്ലിക്കായി. ഇപ്പൊ എനിക്കൊരു 50K അടുപ്പിച്ച ആളുകൾ എത്തി. അപ്പോ എന്താ പറയുന്ന അവരിഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറിനെയാണ്. ആ ക്യാരക്ടർ ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ആളുകൾ ഇപ്പൊ ഇഷ്ടപ്പെടുന്നത്. ആ ഇഷ്ടത്തിൽ പേഴ്സൺ സാജൻ സൂര്യ എന്ന് പറയുന്ന ആളിനോട് ഒരു ഇഷ്ടം വന്നിരിക്കുന്നത് ഞാൻ ചെയ്ത ക്യാരക്ടറിലൂടെ, അല്ലാണ്ട് എന്നെ ഒന്നും കണ്ടിട്ടല്ല. അപ്പോ അങ്ങനെ വരുന്നവരെ നമ്മൾ ഒരു അതിർവരമ്പിൽ നമ്മൾ സ്നേഹിച്ചു നിർത്തണം. അല്ലാതെ പൂർണ്ണമായിട്ടും അവഗണിച്ച് നിർത്തുകയല്ല. ആ സ്നേഹം അതിര് കിടക്കുമ്പോഴാണ് പിന്നെ പത്രത്തിലും ടിവിയിലൊക്കെ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ തകർത്ത് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 90s കിഡ്സും 2K കിഡ്സും തമ്മിലുള്ള അടിയാണ്. അപ്പൊ ഇവര് പറയുന്ന കുറെ വേർഡ്സ് ഒക്കെ ഉണ്ട്. 2K കിഡ്സിന്റെ ഇപ്പൊ കുറെ വേർഡ്സ് ഒക്കെ ഉണ്ട്. പൂക്കി, സ്കിബിഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വേർഡ്സുകളുണ്ട്. ഇതൊന്നും കേട്ടിട്ടില്ല? ഈശ്വര, പൂക്കി എന്നൊന്നും കേട്ടിട്ടില്ല. ചേട്ടൻ നല്ലൊരു പൂക്കിയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞെങ്കിൽ ഇത് വേറെ അർത്ഥമായിരുന്നു. ആക്ച്വലി ക്യൂട്ടി ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പൂക്കി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പൊ 90s കിഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള, എനിക്ക് തോന്നുന്നു 90s കിഡ്സ് തന്നെയാണ് മുന്നേറി നിൽക്കുന്നത്. എന്നാലും 2K കിഡ്സും ഒട്ടും അല്ല. 90s കിഡ്സും പൂക്കി എന്നൊക്കെ അല്ല, അവരുടെ വേർഡ്സിനെയൊക്കെ എടുത്തിട്ട് 90s കിഡ്സ് കളിയാക്കി വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഇത് നടക്കുന്നുണ്ട്. ഇതൊന്നും ഞാനിതൊന്നും അറിയുന്നില്ല. ഇത് ഞാൻ ഈ പറയാം, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത്. മക്കളും പറയാറില്ല. അല്ല, അവരങ്ങനെ അത്ര ഒരു ഇൻസ്റ്റാ ഫോളോവേഴ്സ് അത്ര ആക്റ്റീവ് അല്ല. മൂത്തയാൾ അത്ര ആക്റ്റീവ് അല്ല, വൈഫും അത്ര ആക്റ്റീവ് അല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേർഡ്സും നമ്മളിപ്പോ വൈറലായി വരുന്ന വീഡിയോസും കാര്യങ്ങളും കാണും. അതല്ലാണ്ട് ഇതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പിടിയില്ലാണ്. നമ്മളിപ്പോഴും അടിപൊളി പൊളി ഇതിലൊക്കെ നിൽക്കില്ല, അവിടെ നിൽക്കുന്നതേ ഉള്ളൂ, ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ജീവിതം മൊത്തം പൂക്കിയിലും കുക്കിയിലും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഈ വേർഡ്സ് ഇല്ല. നമ്മുടെ ജീവിതത്തിന് പൂക്കിയും കിക്കിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒന്ന് ചിന്തിച്ചു നോക്കണം ചേട്ടാ. ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന ഈ സീരിയലിലെ ചേട്ടൻ മുമ്പേ ഉള്ള ഒരു ആക്ടറുമാണ്. ഇപ്പോ കടന്നു വന്നിരിക്കുന്നത് ഒരു 2K ജനറേഷനിലുമാണ്. പക്ഷെ അവർ അതിന്റെ കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ഗീതാ ഗോവിന്ദൻ. ഒരു സന്തോഷം നമ്മുടെ പുറത്തു പോകുമ്പോഴേ നമ്മൾ 10 മണി ആയിരുന്നതിന്റെ ഒരു ഗുണം കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് ആണുങ്ങൾ ഈ 10 മണിക്ക് ഇത് കാണുന്നുണ്ട്, പിള്ളേര് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓഡിയൻസിന് നമുക്ക് 6 മണിയാകുമ്പോൾ നഷ്ടപ്പെടും. നമുക്ക് പഴയ ഒതന്റിക് ആയിട്ടുള്ള അമ്മമാരെ ആയിരിക്കും നമ്മൾ 6 മണിക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഈ ആളുകൾ പറയും രണ്ടുപേരും. അപ്പം അങ്ങനെയുള്ള ആ ജനറേഷൻ, ഇപ്പൊ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ, ഇപ്പൊ നമ്മളിപ്പോ ഒരു എവിടെയെങ്കിലും എന്താ പറയാ റെസ്റ്റോറൻറ്റിലും ഒക്കെ പോകുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള ഈ പുതിയ ന്യൂജൻ പിള്ളേരും സിനിമയ്ക്ക് പോകുമ്പോഴൊക്കെ ഉള്ള പിള്ളേരും ഒക്കെ വന്നിട്ട് നമ്മളടുത്ത് ഫോട്ടോ എടുക്കണമെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഈ കളികൾ ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കുമല്ലോ. അതെ അതെ, തീർച്ചയായും. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ 2K കിഡ്സ് ആയിരുന്നാലും ഇപ്പൊ പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് 2K ആണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ ഈ ഒരു MDMA അതുപോലെയുള്ള ഡ്രഗ്സിന് അടിമകളായിക്കൊണ്ടിരിക്കുന്നു, കഞ്ചാവ് പോലെയുള്ള കുറെ സ്റ്റഫ്സ് ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് ചേട്ടനൊരു അഭിപ്രായം? അല്ല, എന്ന് പറയുന്നുണ്ടല്ലോ, വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ നമ്മുടെ പിള്ളേരോട് പൂർണ്ണമായും വിയോജിപ്പുള്ളത്. കാരണം ഇവർ ഈ പറയുന്ന ഉപയോഗിക്കുന്ന 2 മണിക്കൂർ 3 മണിക്കൂറിലത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് നമ്മൾ ആദ്യം നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മുടെ ശരീരത്തിനെ ഇഷ്ടപ്പെടുക, നമ്മുടെ മനസ്സിനെ ഇഷ്ടപ്പെടുക, നമ്മളെ ഇഷ്ടപ്പെടുക. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ 2 അടിക്കുന്ന ആൾക്കാരാണ്, 2 അടിക്കും. നമ്മൾ വളരെ പാർട്ടീസിന് മാത്രം, നമ്മളെ അത്രയും ഇതായിട്ട് മാത്രം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുക. അതല്ലാണ്ട് നമ്മുടെ ശരീരത്തിനെ ചീത്താക്കാൻ വേണ്ടിയിട്ട് കഴിക്കണം. നമ്മുടെയും ഈ റിലേഷൻസിലും ഒക്കെ ഇങ്ങനെ ആൾക്കാരുണ്ട്. അതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാലേ, ഇത് നമ്മൾ അത്ര സ്നേഹിച്ച് വളർത്തുന്ന നമ്മുടെ പിള്ളേരെ നാളെ ഇതൊക്കെ അടിച്ചിട്ട് നമ്മളെ തന്നെ അടിക്കുകയും ഇടിക്കുക അല്ലെങ്കിൽ കൊല്ലുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോവാന്ന് പറയുമ്പോൾ അവരുടെ ലൈഫുമാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറയുന്ന ലഹരി എന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തില് നമ്മൾ എവിടെ എത്തിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടുന്നതായിരിക്കണം നമ്മുടെ ലഹരി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിനും നമുക്ക് ലഹരി കണ്ടെത്താം. ഞാൻ പറഞ്ഞു, ഞാന് നാടകത്തിൽ അഭിനയിച്ചിട്ട്, പണ്ട് നാടകത്തിൽ അഭിനയിച്ച് നാടകം കഴിയുമ്പോൾ ആരെങ്കിലും ഒരൊന്നോ രണ്ടോ പേര് പുറകെ വന്ന് നമ്മുടെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ലഹരി, അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന കയ്യടി. ഇന്നിപ്പോ സീരിയലിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഇന്ന് ഞാനൊരു ഒരു ഒരു കല്യാണത്തിന് പോയ സമയത്ത് നല്ലൊരു പല്ലൊക്കെ പോയ ഒരു അമ്മൂമ്മ അപ്പുറത്ത് നിന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മൂമ്മ എന്നെ കണ്ട് ചിരിച്ചു. ഈ എന്താണ്, അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ലഹരിയുണ്ട്. നമ്മള് അതിന്റെ അപ്പുറം ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഈ പിള്ളേരെയും എവരെയും ഒക്കെ പിടിച്ചുകൊണ്ട് ഒന്നും ഈ പറയുന്ന ഇതിനകത്തൊന്നും ഇത് സ്റ്റോപ്പ് ആവില്ല. ഇതിന്റെ ഗ്രാസ് റൂട്ട് പോയിട്ട് എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങി ഇത് പിടിച്ച് ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നാളെ നമുക്കൊരു വലിയ തലമുറ നമുക്ക് ഇല്ലാണ്ടാവും. നമ്മുടെ തലമുറ മൊത്തം ഇതിന് അടിമപ്പെട്ട് നമുക്കൊരു നല്ല തലമുറ നമുക്ക് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മളിപ്പോൾ പണ്ട് നമ്മൾ കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് പ്രണയത്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും നിങ്ങൾ നന്നായിട്ട് പ്രണയിക്കും, വല്ലപ്പോഴൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകും, പാർക്കിൽ പോകും എന്നുള്ള കാര്യങ്ങൾ പറയും. പക്ഷെ ഇതെല്ലാം മാറിയിട്ട് നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നത് ലഹരിയെ കുറിച്ച് മാത്രം സംസാരിക്കേണ്ട ഗതികേടാണ് നമ്മൾ. അവിടെ നമ്മളൊരു കോളേജിൽ പോയാലും സ്കൂളിൽ പോയാലും നമ്മൾ അവിടെ സീരിയസ് ആവുക. പണ്ട് നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മുടെ പ്രണയത്തിനെ കുറിച്ചും എന്താ പറയുക, ഈ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ച് നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ പോയിട്ട് നമ്മൾ ഇന്ന് നിർബന്ധിതരാവുകയാണ് ഇതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് ആരും നമ്മളോട് പറഞ്ഞിട്ടല്ല, പക്ഷെ സംസാരിച്ച് പറ്റും നമ്മൾ. അല്ലെ, ഈ വിഷുക്കാലം മുതലെങ്കിലും ഇനി. അതെ അതെ അതെ. ഞാനിപ്പോ എന്റെ എപ്പോഴും എന്റെ വൈഫ്, ഞങ്ങള് പല ഓരോ വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ സംസാരിക്കും, രണ്ട് പെൺകുട്ടികളാ. അവൻ പറയും, ഭഗവാനെ ഒരു ഈ ലഹരി ഉപയോഗിക്കാത്ത ഒരുത്തനെ കിട്ടിയാൽ മതി. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മൾ പറയുന്നത്, അയ്യോ മക്കൾക്ക് നല്ല സ്നേഹിക്കുന്ന ഒരുത്തനെ കിട്ടണം, അങ്ങനെയൊക്കെ. ഇപ്പൊ പറയുന്ന സ്നേഹം വേണ്ട, ഒന്നും വേണ്ട, ലഹരി ഉപയോഗിക്കാത്ത ഒരുത്തനെ കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് ഇന്ന് തലമുറയുടെ ഏറ്റവും വലിയ ചീത്തപ്പേരായിട്ട് വരികയാണ്. അത് ഈ തലമുറയുടെ കടമയാണ്. ഞങ്ങൾ പാരന്റ്സ് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ചേട്ടന്റെ ഒരു അഭിപ്രായം? പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിപ്പോ എന്റെ വീട്ടിൽ ശ്രദ്ധിക്കുകയും ഞാൻ എന്റെ മുമ്പിൽ കണ്ട കാര്യങ്ങളുമാണ്. കുട്ടികൾ എന്ത് പറഞ്ഞാലും അതിന്റെ താളത്തിനൊത്ത് തുള്ളാതിരിക്കുക. അവര് പറയും എനിക്ക് അത് വേണം ഇത് വേണം. അവർക്ക് അറിയില്ല ആ കാര്യങ്ങൾ. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർ വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ അച്ഛനമ്മമാര് നോ പറയാൻ പഠിക്കണം. അല്ലാതെ നമ്മുടെ മക്കൾക്ക് നമ്മൾ അവരിഷ്ടപ്പെടുന്ന എന്തും വാങ്ങിക്കൊടുത്ത് എന്തും സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിചാരിച്ചോ, മക്കൾ നാളെ നമ്മളെ ഇടി ഉറപ്പാണ്, നമ്മളെ നോക്കില്ല ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത്, അവരെ ലാളിക്കണം, സ്നേഹിക്കണം, അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ അവർ താളത്തിനൊത്ത് തുള്ളരുത്. ഓക്കെ, നമുക്കപ്പോ ഒരു പൂക്കി വിഷുക്കാലം എല്ലാവർക്കും ഒന്ന് ആശംസിച്ചാൽ. പിന്നെന്താ, എല്ലാ പ്രിയപ്പെട്ട പൂക്കികൾക്കും 2K കുട്ടികൾക്കും എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ വിശ്വാസംസ്. ഓക്കെ ചേട്ടാ, അപ്പോ ചേട്ടൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഈ വിഷുക്കാലം മുതൽ അങ്ങോട്ട് ഇനി സിനിമയും കൂടി കിട്ടട്ടെ. തീർച്ചയായിട്ടും. ഗീതാ ഗോവിന്ദം വളരെ സക്സസ്ഫുൾ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ല നല്ല സിനിമകൾ കൂടി ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.